പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഡിൻസി. ഞാൻ രാവിലെ തന്നെ സാക്ഷ്യപ്പെടുത്തണമെന്ന് വിചാരിച്ചതാണ്. ലേറ്റായി പോയതിൽ ഈശോയോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ കഴിഞ്ഞ തവണ ബൈബിൾ റീഡിങ്ങിന് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വായിച്ചപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല. മാത്രമല്ല ബൈബിൾ റീഡ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥതയുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചേച്ചിയോട് വിളിച്ച് ചോദിച്ചപ്പോൾ ചേച്ചി ചോദിച്ചു കുമ്പസാരിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനങ്ങനെ അത്ര വലിയ ഒരുക്കത്തോടു കൂടിയല്ല ഞാൻ ബൈബിള് കഴിഞ്ഞ പ്രാവശ്യം റീഡിങ്ങിന് വായിച്ചു തുടങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പ്രാവശ്യം ഞാൻ നോക്കിയപ്പോൾ ഞാൻ അത് ബൈബിൾ ആ ഒരു മാരത്തോൺ കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും വിഷമാവുക ചെയ്തത്. എനിക്ക് നന്നായി വായിക്കാൻ പറ്റിയില്ല. പ്രത്യേകിച്ച് ദൈവികമായ ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഈ വട്ടം വായിക്കണം ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവാതെ ഒരുക്കത്തോടു കൂടി ബൈബിൾ വായിക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ടൈം കിട്ടിയിരുന്നില്ല. എനിക്കതിൽ ഏകദേശം ഞാൻ നോക്കുമ്പോഴേക്കും എല്ലാ സ്ലോട്ടും ഫില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ബൈബിൾ വായിക്കാനുള്ള ഒരു അവസരം എനിക്ക് ഈ വട്ടം ശരിക്കും ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ബൈബിൾ റീഡിങ്ങിൻ്റെ തൊട്ട് 2 ദിവസം മുമ്പ് എനിക്ക് കുമ്പസാരിക്കാനായിട്ടുള്ള ഒരു അവസരം വന്നത്. പെട്ടെന്നുള്ളൊരു സാഹചര്യം ഞങ്ങളുടെ പള്ളിയിലില്ല കുമ്പസാരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ പള്ളിയിലും പെട്ടെന്ന് കുമ്പസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. എനിക്ക് പറ്റി കുമ്പസാരിക്കാനായിട്ട്. ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നു. അപ്പോൾ ഞാൻ കുമ്പസാരിച്ചിരിക്കുമ്പോൾ അത് ചേച്ചി ഈ ബൈബിൾ റീഡിങ്ങിൻ്റെ തലേ ദിവസം എന്നെ യാദൃശ്ചികമായിട്ട് വിളിച്ചിട്ട് 5 മണി തൊട്ട് 5:30 വരെ വായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര അതിശയമായി. അങ്ങനെ ഞാൻ ബൈബിള് വായിക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ വിചാരിക്കുന്നു ദൈവം അതിന് എനിക്ക് ഒരുക്കി തന്നതാണ് കുമ്പസാരത്തിലൂടെയും എല്ലാതും. ആ ബൈബിൾ റീഡിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്നില്ലാത്ത ഭയങ്കരമായിട്ട് ഒരു സന്തോഷവും സമാധാനവും. പിന്നെ മാത്രമല്ല എല്ലാ ബൈബിൾ റീഡിങ്ങിലും ഞാൻ പ്രത്യേകം നിയോഗം വെച്ചിട്ടാണ് ബൈബിൾ റീഡ് ചെയ്തിരുന്നത്. ഈ വട്ടം ഞാൻ ഒന്നും അങ്ങനെ ചെയ്തിരുന്നില്ല. ഒരു സന്തോഷം മനസ്സിന് നൽകണേ, പിന്നെ നന്നായി വായിക്കാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഞാൻ ബൈബിൾ റീഡിങ് തുടങ്ങിയത്. ഈശോ എനിക്ക് ഇന്ന് വെളിപാട് വായിച്ച് അവസാനിച്ചത് ഞാൻ കുറേ പ്രാവശ്യം ഈ മാരത്തോണിൽ പങ്കെടുത്തെങ്കിലും എനിക്ക് വെളിപാട് വായിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. എനിക്കതിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു, വെളിപാട് വായിക്കണമെന്ന്. പക്ഷെ എല്ലാം കൊണ്ട് ഈശോ ഈ വട്ടം ഒരുപാട് അനുഗ്രഹിച്ചു. ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയണു ഞാൻ.